ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയും ക്യാൻസർ കവർ പോളിസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് സംസാരിച്ച കാര്യമാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയെ കുറിച്ചും LICയുടെ ക്യാൻസർ കവർ പോളിസിയെ കുറിച്ചും. പല ആളുകളും സംശയം ചോദിക്കാറുണ്ട്, ഞാനൊരു ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി ഉണ്ട് എനിക്ക്, പിന്നെ ഞാൻ വേറെ ഒരു ക്യാൻസർ കവർ പോളിസി എടുക്കണോ എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറയുന്നത് അവരുടെ ഓരോ കമ്പനിയുടെ അനുസരിച്ചിട്ടുള്ള ലിസ്റ്റ് പ്രകാരമുള്ള മേജർ ആയിട്ടുള്ള കേസുകളിൽ മാത്രം, അതും ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളതിന് കിട്ടില്ല എന്നുള്ള രീതിയിലും കൂടിയാണ് അത്തരം പോളിസികളൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനും കിട്ടുന്നില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ അത് മേജർ കേസാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു പക്ഷേ തുടക്കത്തിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജിലോ ഒക്കെ ആണെങ്കിൽ പോലും നമുക്കവിടെ ബെനിഫിറ്റ് കിട്ടില്ല. ഒരു മേജർ ആയിട്ടുള്ള അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കേസ് വന്നാലാണ് അത്തരം ബെനിഫിറ്റുകളൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ക്യാൻസറിന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണുന്നത് തന്നെ ക്യാൻസറാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം നോക്കിയാൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്യാൻസറാണ്. അതും ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു ക്യാൻസർ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെയും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ആ രീതിയിലായതുകൊണ്ടാണ് ഇന്ന് ഇത്രയധികം ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത്. കൂടുതലും ജനറ്റിക് ആയിട്ടുള്ളതല്ല ഇന്ന് കണ്ടുവരുന്നത്, കൂടുതലും ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുന്നതുമാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ അതിന് കരുതി ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ക്യാൻസർ കവർ പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തതെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് നേടാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പർച്ചേസ് പ്രൈസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആദ്യം കിട്ടുന്നു എന്നുള്ള ആ ഒരു ഇതുണ്ട്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഒക്കെ ആയിട്ട് അത് വളരെയധികം സഹായകമാണ്. ഇനി അതൊരു മേജർ കേസാണ്, ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെയാണ് കണ്ടെത്തുന്നത് എങ്കിൽ പോലും അതിൽ ജീവിച്ചിരിക്കുക അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാനും ഒക്കെ ആയിട്ട് മന്ത്ലി ഒരു ഇൻകം ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ ഒരു ലംസം എമൗണ്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഓപ്പറേഷനോ മറ്റോ കീമോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അത് സഹായകമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻസർ കവർ LICയുടെ ക്യാൻസർ കവർ പോളിസി എടുക്കുമ്പോൾ അത് ഏത് സ്റ്റേജിലായാലും അതൊരു ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ പോളിസിയുടെ ബെനിഫിറ്റ് ലഭിക്കുമെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ക്രിട്ടിക്കൽ ഇൽനസ് ആകുമ്പോൾ നമുക്ക് മേജർ കേസിൽ മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. രണ്ടും ഉള്ളത് ഏറ്റവും നല്ലത് തന്നെ. കാരണം ക്യാൻസർ മാത്രമല്ല, മറ്റു രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയിൽ നമുക്കത് ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അതിൻ്റെ ക്യാൻസറാണ് വരുന്നതെങ്കിൽ ക്യാൻസർ കവർ പോളിസിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാം ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ വ്യത്യാസം ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം എപ്പിസോഡുകൾ ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് ടേക്ക് കെയർ. ബൈ ബൈ.